ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് കുഴഞ്ഞ് ഭയങ്കര വെയിൽ കേട്ടോ, നല്ല ചൂടുമുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടോ തൊടിയൂർ ഭാഗത്ത് വന്നിരിക്കുക മീൻ പിടിക്കാൻ. അപ്പോൾ ഇതിനകത്ത് വേറൊരു വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫിഷിങ് ചെയ്യുന്ന വീഡിയോ തന്നെയാണ്. അമ്മ ഇന്നലെ പോയി ഫിഷിങ്ങിന് പോയത്. കാരണം അത് ഇന്നലെ തോനെ മീനും കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആയുധങ്ങളൊക്കെ പറക്കി കൈ സെറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് മറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടു നോക്ക്. ഓഹോ, എന്നാ സൗണ്ടാന്ന് നോക്കൂലോ. തിളച്ച് മറിയോ വെള്ളം കിടന്നാണ്. ഫുൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കും, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫുൾ വീഡിയോ കണ്ടു നോക്കും. എന്നാൽ പിന്നെ നമുക്ക് ഫിഷിങ്ങിലേക്ക് പോവാം. ഈ കരിമീനൊരു സ്വഭാവമുണ്ട്. അമ്പ് കൊണ്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഇവർ ആ പോച്ചയുടെ കീഴിലോട്ട് കയറി അങ്ങ് ചുറ്റും. നമ്മൾ എത്രയായിട്ട് പിടിച്ചാലും വരത്തില്ല. നമുക്ക് ആ ചുഴി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ. ഈ ചുഴിയിലെ വെള്ളം ഇത് അടിയിലോട്ട് പോയി നമ്മൾ നേരത്തെ കണ്ടില്ലേ തിളച്ച് മറിയുന്ന വെള്ളം, ആ ഭാഗത്തോട്ട് വീഴുന്നത് ഈ ചുഴിയിലെ വെള്ളം. നാം നിൽക്കുന്നത് ഒരു കൊച്ചൊരു പാലത്തിലാണ്. ഈ കടയുടെ പുറയിൽ മിക്കവാറും മീൻ കയറി കിടക്കും കേട്ടോ. കടയുടെ പുറയിൽ ഒരു കുഴിയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, വല്ല ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ വെള്ളം തിളച്ച് മറിയുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? അമ്പ് ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ച് മീൻ കയറിയില്ലെന്ന്. നല്ല അടിപൊളി ഒരു മീനായിരുന്നു, കരിമീനായിരുന്നു. ഞാൻ കയറിയില്ലെന്നും പറഞ്ഞ് ഞാൻ വിഷമിച്ചിരുന്നേ. പക്ഷെ അമ്പ് അടി കൊണ്ട് ആ ഭാഗത്ത് ആഴമില്ലാത്തതുകൊണ്ട് ആ അമ്പിൻ്റെ കൂടെ തന്നെ കയറി ആ പോച്ചക്കകത്തെല്ലാം കൂടെ മീൻ കയറി അങ്ങ് ചുറ്റി. ഞാൻ വീഡിയോ പറഞ്ഞില്ല, അടി കൊണ്ട് കഴിഞ്ഞ ഉടനെ ചപ്പിനകത്തെല്ലാം കയറി അങ്ങ് ചുറ്റും. കണ്ട മീനെ പിടിച്ചിട്ടപ്പം കണ്ട ആ ചപ്പും എല്ലാം കൂടെ കണ്ടോ, അതെല്ലാം കൂടെ വലിച്ച് ഉൾപ്പെടെ നമ്മൾ മീനിൽ കിട്ടി. അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നമ്മുടെ കയ്യിരിക്കുന്ന ആ ബ്രൈഡ് പൊട്ടത്തില്ല. ഈ ഫിഷിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്നലെ പോയപ്പം 2 മീനെ കിട്ടിയോളൂ. എൻ്റെ വീഡിയോ ഇട്ടില്ലെന്ന് പറയുന്നത്. ഈ ഫിഷിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അതെ, ഫസ്റ്റ് ഷൂട്ട് രാവിലത്തെ. ഈ കരിമീനെയൊക്കെ നമുക്കങ്ങനെ മിക്കവാറും അപൂർവമായിട്ടേ നമുക്ക് ഈ കരിമീനെ കിട്ടത്തുള്ളൂ. എന്തോ ഭാഗ്യത്തിനാണ് എനിക്ക് ഈ കരിമീനെ കിട്ടിയത്. നമുക്ക് ഇയാളെ എടുത്ത് കവറിനകത്താക്കാം. ഫസ്റ്റ് കരിമീൻ രാവിലത്തെ.
ആ ചേട്ടൻ പറയുന്നത് ഏറ്റ വരാല് ഈ ഭാഗത്തൊക്കെ കിടപ്പുണ്ടെന്നോ. നമുക്കിനി അടുത്ത ഒരു സൈറ്റിലോട്ട് പോവാം. ആ കടയുടെ ഭാഗത്ത് വീണ്ടും ഞാൻ ചെന്നപ്പം അടിഭാഗത്ത് എന്തോ ഒരു കറുത്ത ഒരു കമ്പമാണെന്നോ എന്തുവാണെന്നറിയത്തില്ല കിടക്കുന്നുണ്ട്. എന്തുവായാലും ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്തേ. പക്ഷെ അത് അടിപൊളി ഒരു മീനായിരുന്നു. സ്ലോ മോഷനിൽ നമുക്കൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കാൻ കാണാം ആ അമ്പ് ചെന്ന് കൊള്ളുന്ന മീൻ. കളിയാ കളിയോ. അവിടെയല്ല വെള്ളം വീഴുന്ന സൗണ്ട് കൊണ്ട് കേൾക്കത്തില്ല കേട്ടോ. ബായ് സൈസ് ഒരു വാ. എന്താ അടിപൊളി ഒരു വാഹ കുഞ്ഞത്, ചേറാൻ കുഞ്ഞത്. ഒറ്റ കുതിപ്പ് ഞാൻ വിചാരിച്ചങ്ങ് വെള്ളത്തിൽ പോയെന്ന്. അല്ലെ ഈ കരിമീനാണെന്ന് കാണിച്ചിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് അടിച്ചാണ്. അതായിരിക്കും കരിമീൻ കിടപ്പുണ്ട്. കരിമീൻ ഇനി വന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സീനറിയും ശ്രദ്ധിച്ചേ, അടിപൊളിയല്ലേ കാണാൻ ഇത്. ഇനി പുതിയൊരു സൈറ്റിലേക്ക് പോവാം നമ്മൾ. തൊടിയൂർ. ഫാമിലിയായിട്ടൊക്കെ കറങ്ങാൻ പോയ ഫസ്റ്റ് സ്ഥലം ഇത്. അപ്പോൾ തൊടിയൂര് ഫസ്റ്റ് ഷൂട്ട്. ഓക്കെ 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 അടിപൊളി പറഞ്ഞു. പുല്ലനെ കിട്ടി. ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴുകുന്നോണ്ട് ഇവർ നിൽക്കത്തില്ല, അങ്ങ് ഭയങ്കര ഓട്ടോ. ആ ഓടുന്ന സമയത്ത് നമ്മൾ ഇതിനെ അടിച്ചത്. ഈ മീനിൻ്റെ പേര് പുല്ലൻ എന്നറിയപ്പെടും. സൈബ്രസ്, തൂളി, 3 പേരിൽ അറിയാവുന്നത്. കരിമീനക്കായും അടിപൊളി രുചിയായിന്. പക്ഷേ ഇതിന് ചെറിയ തോതിൽ മുള്ളുണ്ട് ഇതിന്. ഒരു പുല്ലനെയും കൂടെ നമുക്ക് ഇതേ മുകളിൽ ഒരെണ്ണത്തിനെയും കൂടെ പിടിക്കാം. എവിടെയാണോ അടിപൊളി പുല്ലം പുല്ലി.
പള്ളക്കൂടെ കയറി അപ്പുറത്ത് പോകും. താങ്കൾ കയറി അപ്പുറത്തേക്ക് അപ്പുറത്ത് പോകും. ഈ മറ്റേ ഗെല്ല് പോലെ വെച്ചിട്ട് റോക്കറ്റ് വേറെ മെത്തേഡ് ഇതൊക്കെ എഴുതി വെക്കണ്ട. ഇത് ഞങ്ങളെ ആ ചേട്ടന്മാർ അടുത്ത് വെച്ച് പിടിച്ച മീനെ നമുക്കൊന്ന് കാണാം. മീനൊക്കെ കാണാം. ഞാൻ പിടിച്ചിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ആൾ കൂടി പോയി കഴിഞ്ഞാൽ ബ്ലോക്കാണ് പോകുന്നുണ്ട്. ഇല്ല, പുല്ലം 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 പുല്ലം. ഇനി നമുക്കൊരു കരിമീൻ ഷൂട്ട് കണ്ടു നോക്കാം. ഞാൻ റോഡിൽ നിന്ന് ഇറങ്ങി മാവിൻ്റെ അടുത്ത് വന്ന് നിന്ന് നോക്കിയപ്പം നല്ല കുഴപ്പമില്ലാത്തൊരു കരിമീനെ കണ്ട്. എന്നാൽ അതിന് ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് അവിടുന്ന് അന്നേരം പെട്ടെന്ന് ഓടി മാറിയത്. അതുകൊണ്ട് അതിനെ നമുക്ക് കിട്ടിയില്ല. ആ കരിമീനെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ നിന്നപ്പം ഇച്ചിരി നേരം നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. നേരം വെയിറ്റ് ചെയ്യുന്നപ്പോൾ ഈ സൗണ്ട് കേട്ട് അവിടുന്ന് ഇവിടുന്നെല്ലാം കരിമീൻ 2-3 കരിമീൻ വന്നു. അതിലേറ്റവും സൈസുള്ളൊരു കരിമീൻ ഒരു 250-300 ഗ്രാം കാണും. എൻ്റെ നേരെ നിൽക്കുന്നത്. പക്ഷേ ആ വീതിപ്പാടിനല്ല നിൽക്കുന്നത്. എന്നെ അടിക്കാനും പറ്റത്തില്ല. കാരണം എന്ത് പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തലയ്ക്കടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചടി എന്തായാലും കറക്റ്റ് എൻ്റെ തലയിൽ തന്നെ കൊണ്ട് അതിൻ്റെ ബോധം പോയി. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം, ആ ഷൂട്ടൊന്ന് കണ്ടുപോകാം. സൈസൊരു കരിമീൻ, സൈസൊരു കരിമീൻ. ആട്ടിയാണ് തലയ്ക്കൂടെ കയറിയിരിക്കുന്നത്. അടിപൊളി. അമ്പൂരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്. എൻ്റെ കയ്യിൽ അമ്പ് കൊണ്ട പാകം ഞാൻ നിന്ന സ്ഥലം നമുക്കൊന്ന് കാണാം. ഈ ഭാഗത്ത് വെച്ചാൽ എൻ്റെ കയ്യിൽ അമ്പ് കൊള്ളുന്നത് കണ്ട. ഈ കയ്യിൽ അമ്പ് കൊള്ളുന്നത് ഈ ഭാഗത്ത് വെച്ചാൽ